നമസ്കാരം. 12 ദിവസത്തെ രക്തച്ചൊരിച്ചിലിനും ആക്രമണത്തിനും ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് താൽക്കാലിക വിരാമം ആയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിയിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഇരു രാജ്യങ്ങളും പരസ്പരം വീണ്ടും ആക്രമിച്ചു എന്നതും മറ്റൊരു വിശേഷമായി മാറി. ഇറാൻ 14 മിസൈലുകൾ പ്രയോഗിച്ചെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രായേലും പ്രസ്താവിച്ചു. ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ശേഷമാണ് ഇറാൻ വെടിനിർത്തലിന് ആദ്യം തയ്യാറായത്. ഈ തീരുമാനങ്ങൾക്ക് മുൻപ് നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളായിരുന്നു. ഇറാന്റെ ഭൂഗർഭ ആണയ നിലയത്തിൽ അമേരിക്ക നേരിട്ട് ബോംബാക്രമണം നടത്തിയ ശേഷം അതിന് തിരിച്ചടിയായി ഖത്തറിലുള്ള അമേരിക്കൻ എയർ ബേസിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. പക്ഷേ ഇറാൻ ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ട്രംപിനെതിരെ ജനരോഷം വീണ്ടും ഉയരുകയും നാണക്കേടുണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഇതിനു മറുപടിയായി പ്രത്യാക്രമണം നടത്തില്ല എന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഇതോടെ ഇറാന് വലിയ അഭിമാനവും ഉണ്ടായി. തങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിനു നേരെ തിരിച്ചടിച്ചു എന്ന് അവർക്ക് സമാധാനിക്കാം. ഉടനെ തന്നെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ച് വെടിനിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം ഇറാന്റെ ആണവശേഷി തകർക്കാനായി അമേരിക്ക സഹായിച്ച പശ്ചാത്തലത്തിൽ വെടിനിർത്താൻ അവരും സമ്മതം അറിയിച്ചു. അതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം പടർന്നു. അപ്പോഴും നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. 10 അണുബോംബുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പുതിയ ആണവ കരാറിനായി ഇറാനുമായി US ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഈ യുറേനിയത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് ഇറാൻ ആയുധ ശേഖരവും ചില ഉപകരണങ്ങളും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പർവ്വതങ്ങൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ഈ കേന്ദ്രം തകർക്കാനുള്ള ശേഷി തങ്ങൾക്കില്ലാത്തതിനാലാണ് ഇസ്രായേൽ അമേരിക്കയോട് നേരിട്ട് ഇടപെടുവാൻ സഹായം അഭ്യർത്ഥിച്ചത്. തുടർന്ന് ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബറുകളും GBU-37 ബങ്കർ ബസ്റ്റേഴ്സ് ബോംബുകളും പ്രയോഗിക്കപ്പെട്ടു. ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇവിടെയെല്ലാം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് യുറേനിയം മറ്റെവിടേക്കോ ഇറാൻ മാറ്റി എന്ന സംശയവും ബലപ്പെടുകയാണ്. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് 16 ട്രക്കുകൾ ഫോർദോ ആണവ നിലയത്തിന് മുന്നിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ഫഹാന് സമീപത്തുള്ള മറ്റൊരു ഭൂഗർഭ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇവയെ മാറ്റിയിരിക്കാം എന്നാണ് US-ഉം ഇസ്രായേലും ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടുമില്ല. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുവാൻ തയ്യാറെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കെടുത്തതോടെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി ലോകമെമ്പാടും ഉയർന്നിരുന്നു. ഇറാൻ ഖത്തറിലെ US സൈനിക താവളത്തിൽ മിസൈലുകൾ വർഷിച്ചതോടെ ഈ ആശങ്ക കൂടുകയാണുണ്ടായത്. ഇപ്പോൾ നടന്ന വെടിനിർത്തൽ പ്രഖ്യാപനം നോക്കിയാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും ഒരുപോലെ വിജയം അവകാശപ്പെടുവാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ഇറാന്റെ ആണവശേഷി തകർത്തു എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളോട് പ്രതിരോധിച്ചു നിന്നു എന്ന് ഇറാനും അവകാശപ്പെടുവാൻ കഴിയുകയാണ്. വളരെ കാലമായി ഈ വിഷയത്തിൽ നയതന്ത്ര തലത്തിൽ മാത്രം ഇടപെട്ടിരുന്ന അമേരിക്ക ഇതിൽ നേരിട്ട് പങ്കാളിയായതോടെ കാര്യങ്ങളെല്ലാം സങ്കീർണമാകുകയായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് ഇനിയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തങ്ങൾക്കും നാണക്കേടുണ്ടാക്കും എന്ന് അമേരിക്കയ്ക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഏതെങ്കിലും ഒരു US സൈനികന് അപായം സംഭവിച്ചാൽ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ച അവസ്ഥയായി ട്രംപിന് തിരിച്ചടി ഉണ്ടാകും എന്നതും ഉറപ്പാണ്. ദീർഘകാലം നീളുന്ന യുദ്ധം ട്രംപിന് രാഷ്ട്രീയപരമായി സംഭവിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും. ഒരു വശത്ത് സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുകയും മറുവശത്ത് ആക്രമണത്തിന് കൂട്ടുനിന്നു എന്ന ചീത്തപ്പേരും അമേരിക്കയുടെ മേലുണ്ടാകും. എന്നാൽ ഇസ്രായേലിന്റെ കാര്യം നോക്കിയാൽ അവർക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. അമേരിക്ക തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ
തെളിയിക്കുവാൻ ഒരവസരം കൂടി അവർക്ക് കിട്ടി. ഇത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നെതന്യാഹുവിന് നേട്ടമായി മാറും. ദീർഘകാലം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാൻ ഇറാനും താല്പര്യമില്ലായിരുന്നു. ഏറ്റവും കനത്ത നഷ്ടം സംഭവിച്ചതും അവർക്കാണ്. അമേരിക്കയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈന്യത്തിനും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വിലപ്പെട്ട നേതൃനിര നഷ്ടപ്പെട്ടു. മറ്റൊന്ന്, ഏതു സമയവും അധികാരത്തിനെതിരെ വിമത നീക്കം ഉണ്ടാകും എന്ന ഭയമാണ്. ആത്യന്തികമായി ഇറാനിലെ ഭരണമാറ്റം എന്നതാണ് ഇസ്രായേലിന്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നത്. അവസരം കാത്ത് അസംതൃപ്തിയിൽ കഴിയുന്ന വലിയൊരു ജനവിഭാഗം ഇറാനിൽ തുടരുകയാണ്. അവരെ ഇനി അടിച്ചമർത്തുക എന്നതും ഇപ്പോഴത്തെ ഖമനേയി ഭരണകൂടത്തിന് എളുപ്പമല്ല. നാറ്റോ സമ്മേളനത്തിന് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് എന്നും ശ്രദ്ധേയമാണ്. 12 ദിവസം നീണ്ട ആക്രമണത്തിൽ ഇറാന്റെ 12 ശാസ്ത്രജ്ഞരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ 10 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ പറയുന്നത്. പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേലും ഇറാനും എന്ത് ചട്ടങ്ങളും നിബന്ധനകളുമാണ് പരസ്പരം സമ്മതിച്ചത് എന്ന് ഇനിയും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ യുദ്ധത്തിന് ട്രംപ് നൽകിയിരിക്കുന്ന പേരാണ് 12 ദിന യുദ്ധം എന്നത്. ഇറാനിൽ ഭരണകൂട മാറ്റം ആഗ്രഹിക്കുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിന് ഇടയാക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ മതഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന ഇസ്രായേലിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ അഭിപ്രായം. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിവിധ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ആര് ശശിയായി എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. ആരും ജയിക്കാത്ത ലോകസമാധാനം കെടുത്തുന്ന യുദ്ധങ്ങൾ ശാശ്വതമായ ശാന്തി സൃഷ്ടിക്കും എന്ന വ്യാമോഹം ഇപ്പോഴും തുടരുന്നു. അധികാരം, മതാധിപത്യം, പ്രകൃതി വിഭവ ചൂഷണം, സമ്പത്ത്, സ്വാർത്ഥ താൽപ്പര്യങ്ങൾ, അധിനിവേശം ഇവയെല്ലാം കാരണം നടത്തപ്പെടുന്ന യുദ്ധങ്ങളിൽ ഇരയാകുന്നത് ഒന്നുമറിയാത്ത സാധാരണ ജനങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളും മാത്രം. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.